ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളെല്ലാവരും വേറെ ഐറ്റംസ് താഴ്ത്തേക്ക് പിടിക്കും. അതന്നെ, താഴ്ത്തേക്ക് പിടിക്കും. അയ്യോ, അവസാനിക്കില്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളെല്ലാവരും ഫോർട്ട് കൊച്ചി കാണാനായിട്ട് വന്നിരിക്കുകയാണ്, ഫാമിലി ആയിട്ട്. അപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും കൊച്ചി കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. എല്ലാം പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് തന്നെ എവിടെയൊക്കെ പോകണമെന്ന് ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ സാന്റക്രൂസ് ചർച്ചിലേക്കാണ് പോയത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പുരാതനമായ പള്ളികളിൽ ഒന്നാണ് സാന്റക്രൂസ് കത്തീഡ്രൽ ബസിലിക്ക എന്ന് പറയുന്നത്. അതുകൂടാതെ 1505 പോർച്ചുഗീസുകാരാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. കേരളത്തിലെ 9 ബസിലിക്കയിൽ ഒന്നാണ് ഈ സാന്റക്രൂസ് ബസിലിക്ക. ഏകദേശം 500 വർഷം മേലെ പഴക്കമുള്ള പള്ളിയാണ് നമ്മൾ ഈ കാണുന്നത്. എന്താ അല്ലേ? I strive just to say I'm alright, and for the first time in a long time I'm alright. I've seen a lot of change, been through a lot of pain. Some things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays, way back a year ago. പിന്നെ ഞങ്ങൾ പോയത് ജൂ ടൗണിലേക്കാണ്. നമ്മുടെ കൊച്ചിയിൽ എങ്ങനെ ജൂ ടൗൺ ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയാമോ? പറഞ്ഞു തരാം. വേൾഡിൽ തന്നെ ഏറ്റവും പഴക്കമാർന്ന മതങ്ങളിൽ ഒന്നാണ് യഹൂദ മതം എന്ന് പറയുന്നത്. മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടായപ്പോൾ ഇവരിൽ ചിലർ പല പല രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. അതിലൊരു വിഭാഗം ആൾക്കാർ നമ്മുടെ കേരളത്തിലെത്തി എന്നറിയപ്പെടുന്നു. ഇവിടെ ഈ കാണുന്ന വീടുകളൊക്കെ ജൂതർ പണ്ട് താമസിച്ചിരുന്ന വീടുകളാണ് കേട്ടോ. എന്നാൽ ഇപ്പോൾ ഇവിടെ നിറയെ ആന്റിക് ഷോപ്പുകളാണുള്ളത്. ഇതാണ് കൊച്ചിൻ പരദേശി സിനഗോഗ്, അതായത് ജൂതപ്പള്ളി. 1568 ഈ പള്ളി പണിതിരിക്കുന്നത്. അതായത് 450 വർഷം മേലെ പഴക്കമുണ്ട് ഈ പള്ളിക്ക്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു പെയിന്റിംഗ് ഹാളിലേക്കാണ് പോകുന്നത്. ഇതിൽ പണ്ടത്തെ കൊച്ചി രാജാക്കന്മാരും ജൂതന്മാരും തമ്മിലുള്ള ബന്ധം വിവരിക്കുന്ന പെയിന്റിങ്സ് ആണ് ഇതിലുള്ളത്. I move on each and every day. The past is where it stays, way back a year ago. അതുപോലെ തന്നെ തിരുവിതാംകൂർ മഹാരാജാവ് പണ്ട് ജൂതന്മാർക്ക് കൊടുത്ത കിരീടത്തിന്റെ പെയിന്റിംഗ് ആണ് ഈ കാണുന്നത്. ഈ സിനഗോഗിലെ ഓരോ വസ്തുക്കളും നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ലാംപ്സ് ആൻഡ് കാൻഡലേഴ്സ് എല്ലാം ബെൽജിയം ഇമ്പോർട്ടഡ് ആണ്. ഇതാണ് പ്രസംഗപീഠം. ഈ ഒരു പ്രസംഗപീഠത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇവരുടെ റബ്ബി എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇതൊക്കെ അറിഞ്ഞിട്ടാണല്ലേ അവിടേക്ക് പോയെന്ന്. സത്യത്തിൽ ഇതൊന്നും എനിക്ക് അറിയില്ല. അവിടെ എത്തിയപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത് തന്നെ. Some things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays, way back a year ago. I've changed for the better this time. I thought I would never be fine. I strive just to say I'm alright, and for the first time in a long time I'm alright. I've seen. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ജങ്കാറിയിലേക്ക് കയറി. ഇനി മറൈൻ ഡ്രൈവിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. As they were a year ago, but all will be okay. I move on each and every day. The past is where it stays, way back a year ago.
my chips and call all in. I'll bet on myself, you keep stalling. I hear destiny and it's calling. I'll keep my head up high through the downs and lows. And we're all going live, still nobody knows. But I'ma choose what's right and take what comes and goes. And ain't no one in life holding me back. സമയം ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സിലിക്കോൺ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. Some things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays. Way back a year ago. അങ്ങനെ ഞങ്ങൾ അവിടെ ഫുഡ് കോർട്ടിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു പ്ലാൻ വന്നത്, ഫോറം മാൾ വരെ പോകാമെന്ന്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, നേരെ ഫോറം മാളിലേക്ക് പോയി. മമ്മി മമ്മി ഇടുന്നു. അങ്ങനെ താഴ്ത്തിക്ക് പിടിക്കേ, അതന്നെ താഴ്ത്തിക്ക് പിടിക്കേ. ശരിയായിട്ടില്ല. ആയിക്കോട്ടെ. ഇത് ഞങ്ങൾ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. ആക്ച്വലി ഞങ്ങളൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അടുത്തത് എവിടേക്ക് പോവാമെന്ന് തന്നെ പ്ലാൻ ചെയ്യണത്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി കാണാൻ പോകാമെന്നാണ്. പിന്നെ ഞങ്ങൾ അധികം നേരം മാളിൽ ഇരുന്നില്ല, നേരെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങി. ഞങ്ങൾ ആമ്പല്ലൂരാണ് മൂവി കാണാൻ പോകുന്നത്. 9 മണിക്കാണ് കേട്ടോ ഷോ. അപ്പോൾ അത്യാവശ്യം സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ചു, ഞങ്ങൾ മൂവിക്ക് കയറി. നല്ലൊരു മൂവി ആയിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.